എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ തുടക്കം തൊട്ടാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൂജ്യത്തിൽ നിന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഏകദേശം 5 വർഷത്തോളമായി. ആ സമയത്ത് ഞാൻ 2021 ഞാൻ ആദ്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്നൊന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടല്ല ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. കടലിലെ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളിലോട്ട് എത്തിക്കണം എന്നുള്ളത് വിചാരിച്ചിട്ട് മാത്രമായിരുന്നു ഈ ഒരു ചാനലിൽ ഞാൻ തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ ശ്രമിച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ വീഡിയോസിലെല്ലാം കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ കടൽപ്പണികളിൽ അവർ ചെയ്യുന്ന പണി അവരോടൊപ്പം ചെയ്ത് അത് എങ്ങനെയാണെന്ന് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്രയും നാളത്തെ എൻ്റെ വീഡിയോ. അത് ഞാൻ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാണ്. ഇനി മുതൽ ഞാൻ കടലിൽ പണിക്ക് പോകുന്നില്ല. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് റീസണുകളുണ്ട്. അപ്പോൾ ആ റീസണുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പക്ഷെ എന്നിരുന്നാൽ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ചെയ്തിരുന്ന മിസ്റ്റേക്കുകളാണ്. ഞാൻ പലപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് പകുതിയിൽ വിട്ട് പോകാറാണ് പതിവ്. ഇനി മുതൽ എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ കംഫർട്ട് സോണും ഞാൻ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു തീരുമാനം ഞാൻ നിങ്ങളോട്ട് പറഞ്ഞത്. എൻ്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടലിൽ പണിക്ക് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനമാണ്. ആ വരുമാനം കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. അതില്ലെന്ന് ആരും പറയത്തില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അങ്ങനെ ആയിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. എൻ്റെ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു 10 മാസം കൂടുമ്പോഴാണ് ഒരു $100, അതായത് ഒരു 7,000-8,000 രൂപയൊക്കെ വരുന്നത്. ആ ഒരു പൈസ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയുന്നൂടാ. ആ ഒരു പൈസയാണ് യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇത്രയും കാലത്തിൽ. മാസത്തിലെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. എനിക്ക് 10 മാസം കൂടുമ്പോഴേ, അല്ലെങ്കിൽ അതിന് വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലെയായിരുന്നു എനിക്ക് യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. എൻ്റെ കഷ്ടപ്പാടുകൾ, അത് കടൽ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്, അവർ ചെയ്യുന്ന പണികൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ ഏതൊക്കെ ടൈപ്പ് മത്സ്യബന്ധനം ഉണ്ട്, ഇതൊക്കെ കാണിക്കണം എന്ന് കരുതിയിട്ടാണ്. ആ ഒരു പ്ലാന് ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്താൻ കാരണമെന്ന് പറഞ്ഞിരിക്കുന്ന, ഞാൻ റീസെൻ്റ്ലി എൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പോയി കണ്ടു കഴിഞ്ഞ് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്ന് വന്ന ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും കൂടെ നിന്നവർ തന്നെ എനിക്കെതിരായിട്ട് മാറിയ കാഴ്ചകളൊക്കെയാണ് ഞാൻ റീസെൻ്റ്ലി കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു, ഇത് ആരംഭത്തിലെ എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പലരിൽ നിന്നും ഞാൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ്. ആരെങ്കിലും എൻ്റെ അടുത്ത് അടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരിൽ നിന്ന് അകന്ന് നിൽക്കാറാണ് പതിവ്. ആരോടും അധികം അറ്റാച്ച്ഡ് ആവത്തില്ല. ആ ഒരു പ്രത്യേക ടൈപ്പ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഒരുപാട് കൂടപ്പിറപ്പുകളെ പോലെ കിട്ടിയ കുറേ കൂടപ്പിറപ്പുകൾ ഉണ്ട്. ഈ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരാണ്. അതുപോലെ തന്നെ ഞാൻ ട്രാവൽ ചെയ്ത സമയത്ത് എന്നെ താങ്ങി പിടിച്ച ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരോടും അധികം മിണ്ടാറില്ല. ഞാൻ ആരോടും മിണ്ടുന്ന ടൈപ്പല്ല. കോൾ വിളിക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കും എന്നല്ലാതെ അങ്ങോട്ട് ഞാൻ ആരെയും വിളിക്കാറില്ല. അങ്ങോട്ട് പോയി ആരോടും മിണ്ടാറില്ല. എന്തെങ്കിലും ആവശ്യമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാറില്ല. ആകെ മിണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കൂട്ടുകാരൻ്റെ അടുത്ത്. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിറ്റപ്പൻ്റെ വീടുണ്ട്, അല്ലെങ്കിൽ ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ. ഇത് രണ്ടാണ് എൻ്റെ ലോകം. അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇന്നേ വരെ ഇല്ല. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം, എൻ്റെ വീട് നഷ്ടമായതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവിട്ടത് ഇവർ രണ്ടുപേരുടെ അടുത്താണ്. ആ സമയം തൊട്ട് ഞാൻ എപ്പോഴും കരുതുന്ന ഒരു കാര്യമുണ്ട്, ആർക്കും ഒരു ബുദ്ധിമുട്ട് എന്നെക്കൊണ്ട് ഉണ്ടാകരുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വേറെ കാര്യത്തിലോട്ട് പോകും. ഇപ്പോൾ ആർക്കെങ്കിലും എന്നെ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് ബ്രേക്ക് ചെയ്തിട്ട് അത് വിട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യും, മൈൻഡ് ഡൈവേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും കാലം ഞാൻ ചെയ്തിരുന്ന വീഡിയോസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ഒരാളെ സംസാരിച്ച്, അല്ലെങ്കിൽ എതിർത്ത് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റി, അതായത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിന് എതിരായിട്ട് തന്നെ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി മുഴുവനും എനിക്ക് എതിരെ നിൽക്കുന്നു, ഞാൻ ഇപ്പുറത്തെ സൈഡ് നിൽക്കുന്നു. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഈ എതിരെ നിൽക്കുന്ന 90% ആൾക്കാർക്കും അറിയാം. കാരണം മത്സ്യത്തൊഴിലാളികളായിട്ട് കടലിൽ പണിക്ക് പോകുന്ന പരമ്പരാഗതമായിട്ടുള്ള എല്ലാവർക്കും ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് അറിയാം. പക്ഷെ എന്നാലും അവരെന്നെ എതിർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഇത്രയും കാലം അവരുടെ കൂടെ പണിക്ക് പോയിക്കൊണ്ടിരുന്നതല്ലേ, എന്നിട്ട് നീ എന്തിനാ നിങ്ങൾ എതിർത്ത് വീഡിയോ ഇടണേ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ നമ്മളറിയാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന വലിയൊരു ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പണികൾ തന്നെയാണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട്ട് എത്തിക്കാം. അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സാവകാശം വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് ഈ റീസെൻ്റ്ലി ഞാൻ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ ഇത്രയും കാലം ഞാൻ എടുത്തു വച്ചിരുന്ന എവിഡൻസ് ആണ്. അപ്പം ഇതെല്ലാം എന്താണെന്നും എങ്ങനെയാണെന്നുള്ളത് തുടർന്നുള്ള വീഡിയോസിൽ കാണും. അപ്പോൾ തുടക്കം മുതലേ എൻ്റെ 2021 ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എങ്ങനെയാണോ അതുപോലെ ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ തുടങ്ങുവാണ്. എന്നെ കൂടെ നിൽക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാടുണ്ട്, അതുപോലെ തന്നെ എതിർക്കുന്നവരും ഉണ്ട്. അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആരെയും എതിർക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, പക്ഷേ ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാം ഫ്യൂച്ചറിന് വേണ്ടി തന്നെയാണ്. ആ ഫ്യൂച്ചർ എന്തൊക്കെയാണ്, ആ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഇനിയുള്ള വീഡിയോസിലൊക്കെ വരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സത്യത്തിൻ്റെ പക്ഷം നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും കാണും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇനി പോസ്റ്റ് ചെയ്യുന്നത്. എനിക്കെതിരെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരുടെ കയ്യിലെല്ലാം ഉണ്ട്, പണമുണ്ട്, അതുപോലെ തന്നെ അധികാരമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ ഞാൻ എതിർത്ത് നിൽക്കുകയാണ്. എനിക്ക് നാളെ എന്ത് സംഭവിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. എന്ത് സംഭവിച്ചാലും ഞാൻ അത് നേരിടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇനി പോകാൻ പോകുന്നത്. ഏതായാലും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി മുതൽ കടലിൻ്റെ വീഡിയോസ് കാണത്തില്ല എന്നല്ല, വീഡിയോസ് പരമാവധി ഈ വീഡിയോസൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഇനി മുതൽ ഞാൻ കടലിലോട്ട് ഇറങ്ങും. അല്ലെങ്കിൽ ഈ കടലിലെ വീഡിയോസ് ഞാൻ ഇനി മുതൽ പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ എനിവേ, കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. എല്ലാവരും ആരോഗ്യത്തോടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.